ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബീഫ് മന്തിയാണ്. അപ്പോൾ ഇതേപോലെ നല്ല വെന്തൊക്കെ ഉടഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അധികം മസാലയൊന്നും ഇല്ലാത്തൊരു ബീഫ് മന്തി. അപ്പോൾ ഇതിനായിട്ട് പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി നമുക്കിന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാതും ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ബീഫാണ്. നമുക്ക് ഇതേപോലെ മന്തിക്കാന്ന് പറയുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും. സവാളയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ബീഫെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില, 2 സവാള അരിഞ്ഞത്, പിന്നെ 1 ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ കുറച്ച് പുതിനയില ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടികൾ ചൂടാക്കിയില്ലേ, അതിൽ 2 ടീസ്പൂൺ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാഗി ക്യൂബ്സ് 2 എണ്ണം ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി 2 ടീസ്പൂൺ അളവ്, എന്താണെന്ന് വെച്ചാൽ ബീഫിന് നല്ല നെയ്യുള്ള ബീഫാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഒന്ന് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ എല്ല് ഒക്കെ അവിടെ കുക്കറിനകത്ത് അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ ഒരു 6-7 പച്ചമുളക് കൂടി ഞാൻ മുഴുവനെ ഇട്ടിട്ടുണ്ട് എരിവിന് വേണ്ടി. അപ്പം അടച്ച് വെച്ച് നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ കുതുക്കാനിട്ടിട്ടുണ്ട്. ഞാൻ ബസുമതി റൈസാണ് ഇവിടെ മന്തിക്ക് എടുത്തിരിക്കുന്നത്. അപ്പം കഴുകി കുതുക്കാനിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ബേ ലീഫും ഉണക്കനാരങ്ങയും പിന്നെ ബാക്കിയുള്ള മസാലക്കൂട്ടുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മസാല എടുത്തിരിക്കുന്നതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്, നമ്മുടെ ചോറൊന്നും ഒട്ടാണ്ടിരിക്കാനാണ്. പിന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവേ. അതിന് ശേഷം ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ആവിക്കകത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് തിള വരും. അപ്പോൾ ഇന്ന് ദീപാവലിയായിട്ട് എന്നാൽ വിചാരിച്ചെന്ന് മന്തിയാക്കാമെന്ന്. അങ്ങനെ നമ്മുടെ വെള്ളത്തിന് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാവേ. മക്കൾക്കൊക്കെ അവധി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ അവർക്ക് കഴിക്കാൻ പറ്റുമല്ലോ, ഇന്ന് പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. അതിനായിട്ട് മുട്ടയുടെ വെള്ള, വെളുത്തുള്ളി, ഓയിൽ ഒഴിച്ചു കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ. അങ്ങനെ ഉപ്പും ചേർത്ത് അങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ അതൊന്ന് കാണിക്കാൻ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ അരിയെല്ലാം കൊട്ടയിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫും വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഉണ്ട് എല്ലേന്നൊക്കെ ഇറച്ചി വേർപെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒന്ന് അടപ്പേ വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇതാകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഇതേപോലെ ബീഫ് ഒന്നുകൂടെ വറ്റി അവിടെ കിടന്നൊന്ന് മുരിങ്ങി വരും, അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഈ സ്റ്റോക്കൊക്കെ മാറ്റി വെച്ചപ്പോൾ ഉണ്ട്. നമ്മളിതേപോലെ ചോറെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഇതേപോലെ ചരുവത്തിലേക്ക് നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, കഷ്ണങ്ങൾ മൊത്തം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. മൊത്തം നമുക്ക് അടിയിലങ്ങ് ഫില്ല് ചെയ്യാം. നല്ല പോലെ ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെ വെന്ത് മാറിയിട്ടുണ്ട്. മൊത്തം ഇട്ട് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാവേ. ഇതേപോലെ ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കാവേ. മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയ പൊടിയില്ലേ, അതിലൊരു 1/2 ടീസ്പൂൺ അളവ് ചുമ്മാ അതിൻ്റെ പുറത്തുനിന്ന് നമുക്കൊന്ന് ഇട്ട് എടുക്കുക. പിന്നെ ഓയിൽ വേണമെന്നവർക്ക് ഓയിൽ ഒഴിക്കാൻ, ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇതായ തീക്കനൽ, ഒരു പാത്രത്തിലേക്ക് തീക്കനൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. അപ്പോഴത്തേനും പുകഞ്ഞു തുടങ്ങും. പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. ആ പുകയുടെ ആ ഒരു
ഫ്ലേവറിനകത്ത് നിൽക്കണം, അല്ലാതെ മന്തിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ഉള്ള എന്തെങ്കിലും എടുത്ത് വെക്കാം. അപ്പോൾ ആ പുക അതൊക്കെ അതിനകത്ത് തന്നെ തങ്ങി നിൽക്കുക. അപ്പം ഞാൻ ഒരു ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ എന്തോ മണമാണെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത മണം. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ചോറൊന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് നമുക്ക് ഇറച്ചിയും വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. അപ്പം ഞാൻ ഇതേപോലെ ഇറച്ചിയൊക്കെ മാറ്റിയിട്ടുണ്ട്, ചോറും മാറ്റി. ഇനി നമുക്ക് ചോറ് മൊത്തം കൂടെ എല്ലാം കൂടെ ആ സ്റ്റോക്കൊക്കെ ഒഴിച്ചില്ലേ അതിനകത്തോട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇറച്ചിയൊക്കെ വെക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുത്ത് വിളമ്പാം. അപ്പം ഞങ്ങൾക്കിവിടെ വിശപ്പിൻ്റെ വിളി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഇതായി വിളമ്പെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ ചോറൊക്കെ പാത്രത്തിലേക്ക് എടുത്ത് അങ്ങനെ സവോളയും അച്ചാറും ഇതൊക്കെ കൂട്ടി ഞങ്ങളും എല്ലാവരും അങ്ങനെ കഴിക്കാനൊക്കെ ഇരുന്ന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.